എങ്ങനെ? കൊള്ളാലോ. ഞാനൊന്ന് മയപ്പെട്ടപ്പോഴേക്കും സ്വാതന്ത്ര്യം എടുത്ത് തുടങ്ങിയല്ലേ. എടി ശ്രേ, ഈ അരവിന്ദ് ഇപ്പോ തൊഴിലില്ലാത്തവനല്ല. MM കൺസ്ട്രക്ഷൻസിലെ സൈറ്റ് സൂപ്പർവൈസറാണ് ഈ അരവിന്ദ്. നീ PWDയിലെ വലിയ എഞ്ചിനീയറായി. അതിലും വലിയ കമ്പനിയാണ് MM കൺസ്ട്രക്ഷൻസ്. അവിടുത്തെ സൈറ്റ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞാലേ ആരാന്ന നിന്റെ വിചാരം? ഇനി നീ എൻ്റെ ചൊൽപ്പടിക്ക് നിന്നോണം. നീ എൻ്റെ ഭാര്യ, മനസ്സിലായടേ? അയ്യോടാ, സോറി ചക്കരെ. ചേട്ടൻ വെറുതെ പറഞ്ഞല്ലേ. ചക്കര പേടിച്ചു പോയോ? വിഷമിക്കണ്ട കേട്ടോ. ഒരു ഉമ്മ തരാം. അപ്പൊ ഇതാണ് പഞ്ചഭാവത്തിന്റെ മനസ്സിലിരിപ്പല്ലേ. ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. എന്തോ ചെറിയ എന്തിനാ നിലവിളിച്ചേ? ഞാനെന്തോ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നോ? അയ്യോ എന്ന് വിളിച്ചാണല്ലോ എണീറ്റത്. അതെന്തോ പറ്റി? അല്ല, അത് ഈ ഒരു ഉമ്മയും അയ്യോയും കൂടെ ക്ലാഷ് ആയിട്ട് ഉയ്യോ ആയി പോയതാ. ഉമ്മയോ? ഏതുമ്മ? അത് ഉമ്മ എന്ന് വെച്ചാ എന്റെ സുഹൃത്ത് ബഷീറില്ലേ, അവന്റെ ഉമ്മ. അവന്റെ ഉമ്മയെ ഞാൻ സ്വപ്നം കണ്ടു. അരവിന്ദ് ഇങ്ങനെ ആരുടെയെങ്കിലും ഉമ്മയെ സ്വപ്നം കണ്ടു കിടന്ന് ഉറങ്ങിക്കോ. സ്വന്തം ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കണ്ടേ? രാവിലെ എന്റെ കൂടെ ഒന്ന് ജോഗിങ്ങിന് വന്നാൽ എന്താ അരവിന്ദിന്? ജോഗിങ്ങിന് വരാനോ? ഞാനോ? നോക്കരവിന്ദ്, അരവിന്ദിന് ഇപ്പൊ തടിയൊക്കെ കൂടി വയറും ചാടുന്നുണ്ട്. ഇല്ല, ശരീരം സൂക്ഷിക്കണ്ടേ? ദേ, ഇന്ന് എന്റെ കൂടെ ജോഗിങ്ങിന് വന്നേ പറ്റൂ. ഇന്നെന്നല്ല, ഇനി അങ്ങോട്ട് എന്നും വരണം. അത് വരാം, പക്ഷെ ഇന്ന് നടക്കൂല. ഇന്ന് വന്നാൽ എന്താ കുഴപ്പം? ഇന്നേ MM കൺസ്ട്രക്ഷനിലേക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട്. സൈറ്റ് സൂപ്പർവൈസറുടെ പോസ്റ്റാ. എനിക്കത് കിട്ടും, ഉറപ്പാ. ആ ഇന്റർവ്യൂവിന് പോണോ എനിക്ക്? എന്തായാലും ഒരു ഓഫീസിലും 10 മണി കഴിയാതെ ഇന്റർവ്യൂ വെക്കില്ല. എനിക്ക് 10 മണിക്ക് മുമ്പേ ഓഫീസിൽ എത്താനുള്ളതല്ലേ. എന്നിട്ട് ഞാൻ ജോഗിങ്ങിന് പോകുന്നതോ? അത് ശരിയാണല്ലോ. രാവിലെ ഒരു ചെറിയ നടത്തവും കുറച്ച് ഓട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഫ്രഷ് ആയ അത് വേറൊരു മൂഡാ. ഇപ്പൊ തന്നെ എനിക്ക് ഓഫീസിൽ ഒത്തിരി സ്ട്രെസ് ഉണ്ട്. രാവിലെ ഞാൻ കുറച്ച് എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമ്പോ മൈൻഡ് അങ്ങ് ഫ്രഷ് ആകും. പിന്നല്ലേ, ഇന്ന് അരവിന്ദ് എന്റെ കൂടെ ഒന്ന് ജോഗിങ്ങിന് വന്ന് നോക്കിയേ. തിരിച്ചു വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോ വല്ലാത്തൊരു കോൺഫിഡൻസ് ആയിരിക്കും. എങ്കിൽ പിന്നെ ഞാൻ കൂടെ ജോഗിങ്ങിന് വരാല്ലേ? വരണം. ഞാൻ വെറുതെ പറഞ്ഞല്ലേ. എഴുന്നേൽക്ക്, വാ വാ വാ, വേഗം പോയി ഫ്രഷ് ആയിട്ട് വന്നേ. ചെല്ല്. ഞാനിപ്പോ വരാവേ. മാഡം പുറത്തോട്ട്. ഓക്കെ അരവിന്ദ്, ടൈം കളയാതെ വേഗം വാ. പഴയതുപോലൊന്നും അല്ല. ശ്രേയക്കിപ്പോ എന്തോ ഒരടുപ്പം എന്നോട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ രാവിലെ കണ്ട സ്വപ്നം മിക്കവാറും ഫലിക്കും. പൊളിക്കും ഞാൻ. അരവിന്ദ് ഒന്നിറങ്ങി വരുന്നുണ്ട് ഇങ്ങോട്ട്. അരവിന്ദ് ഒന്ന് വേഗം വാ. അരവിന്ദേ, മേഡം ഞാനെത്തി. നമുക്ക് പോവാം. വാ പോവാം. പക്ഷേ എങ്ങോട്ടാ നമ്മൾ പോവാൻ പോകുന്നത്? അതൊക്കെ മേഡത്തിന് തീരുമാനിക്കാം. മേഡത്തിന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. സ്ഥിരം പോകുന്ന റൂട്ട് വേണ്ട, അതെനിക്ക് മടുത്തു. മാത്രമല്ല, നമ്മള് രണ്ടുപേരും ഒരുമിച്ച് പോകുമ്പോ അതിനൊരു സ്പെഷ്യാലിറ്റി വേണമല്ലോ. ഈ മേഡത്തിന്റെ കാര്യം കൂടി ഞാൻ തോറ്റു. മേഡം എന്നെ ഇങ്ങനെ സ്നേഹിച്ചു കൊല്ലുമ്പോ ഏത് നരകത്തിലേക്ക് വിളിച്ചാലും ഞാൻ വരും. പറ, എവിടെ പോണം? ഈ റോഡ് സൈഡിൽ കൂടെ ഓട്ടൊക്കെ എനിക്ക് മടുത്തു. ഒരു ചേഞ്ച്. വയൽ വരമ്പിലൂടെ, തെങ്ങിൻ തോപ്പിന് നടുവിലൂടെ, പുഴയോരത്തിലൂടെ, അങ്ങനെ അങ്ങനെ അങ്ങനെ. അതൊരു വെറൈറ്റി ആയിരിക്കില്ലേ? വെറൈറ്റി ആയിരിക്കോന്നാ? ഉഗ്രം വെറൈറ്റി. മേഡത്തിന്റെ ബുദ്ധി സൂപ്പർ അല്ലേ?
ഐഡിയകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. പോവാം. അതെ, ഞാനൊരു ആഗ്രഹം പറഞ്ഞോട്ടെ അയ്യോ, അരവിന്ദൻ. ഇങ്ങനെ അനുവാദം ചോദിക്കല്ലേ മാഡം. മാഡം പറ. ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് ഇത്രയും ദിവസം ആയെങ്കിലും നമ്മുടെ തെങ്ങും തോപ്പ്, വയല്, പശു ഫാം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതല്ലാതെ ഇന്ന് വരെ അതൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. നമുക്ക് ആ റൂട്ട് പിടിച്ചാലോ? പിന്നെന്താ മാഡം. മാഡം വാ, നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോവാം. ഓക്കേ. ആ